प्यारे बच्चों सालम ऑनलाइन हिंदी क्लास में सबका स्वागत करता हूं. बच्चा आप ठीक है ना? എല്ലാ മക്കളും നല്ല അടിപൊളിയായിരിക്കുന്നതാ. യെസ് മക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആയിരുന്നു നമ്മുടെ പില്ല എന്നുള്ള ചാപ്റ്റർ. എന്റെ മക്കൾ നല്ല അടിപൊളിയായിട്ട് പഠിച്ചല്ലോ. യെസ്, എന്തായിരുന്നു അത്? സഫ്ദർ ഹാഷിമിയുടെ ഒരു കവിതയായിരുന്നു പില്ല എന്നുള്ളത്. നല്ല അടിപൊളിയായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ലൈവിലൊക്കെ ഡിസ്കസ് ചെയ്തു. അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. പടേ ഓർ സംഛേ അല്ലേ? വായിക്കാം, അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കാം അല്ലെ? അപ്പൊ നമുക്ക് നമ്മുടെ പില്ലയുടെ വ്യത്യസ്ത രീതിയിലുള്ള ചിത്രം നമുക്ക് കാണാം അല്ലെ? പില്ല എന്ത് ചെയ്യുന്നുണ്ട്? ആദ്യം ഉറങ്ങുന്നുണ്ട് അല്ലെ? നമ്മുടെ പപ്പി എന്ത് ചെയ്യുന്നുണ്ട്? ഉറങ്ങുന്നുണ്ട്. പപ്പി ഭക്ഷണം കഴിക്കുന്നുണ്ട്. പപ്പി കളിക്കുന്നുണ്ട്. ഒരു പന്തൊക്കെ ഉപയോഗിച്ച് പപ്പി എന്ത് ചെയ്യുന്നുണ്ട്? കളിക്കുന്നുണ്ട്. എന്റെ മക്കൾ കാണുന്നില്ല? യെസ്, നമ്മുടെ പില്ല എന്നുള്ളത് സെന്റർ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. യെസ്, ഇനിയോ അതിൽ സോത്താഹേ, ഖാത്താഹേ, കേൾത്താഹേ മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് മൂന്നെണ്ണം ഒന്ന് പരിശോധിച്ച് നോക്കിയാലോ. സോത്താഹേ എന്ന് പറഞ്ഞാൽ എന്റെ മക്കൾക്കറിയാം ഉറങ്ങുന്നു. ഖാത്താഹേ എന്ന് പറഞ്ഞാൽ തിന്നുന്നു അല്ലെങ്കിൽ ഭക്ഷിക്കുന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യാം? പറയാം. പിന്നീട് എന്താ പറഞ്ഞത്? ഖേൽത്താഹേ കളിക്കുന്നു. ക്ലിയർ ആയോ? അപ്പൊ സോത്താഹേ, ഖാത്താഹേ ഓർ കേൽത്താഹേ മൂന്നെണ്ണം സെറ്റായോ? അപ്പൊ ഉറങ്ങുന്നുണ്ട്, ഭക്ഷിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്, മൂന്നെണ്ണം ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതൊന്ന് ക്രോഡീകരിച്ചൊന്ന് പറഞ്ഞു നോക്കിയാലോ. അപ്പോൾ പില്ല സോത്താഹേ സെറ്റാണോ? റെഡി അല്ലേ? ക്ലിയർ അല്ലേ? യെസ്, യോജിപ്പിച്ചത് എന്റെ മക്കൾ മനസ്സിലാക്കിക്കോ. അതേപോലെ പില്ല എന്താകുന്നു? യെസ്, പില്ല ഖാത്താഹേ പില്ല എന്ത് ചെയ്യാണ്? ഭക്ഷിക്കുകയാണ്. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? പില്ല, മക്കൾ ശ്രദ്ധിച്ചോ, പില്ല എന്താകുന്നു? യെസ്, കേൽത്താഹേ. മൂന്നെണ്ണം ഐഡന്റിഫൈ ചെയ്ത് കണ്ടോ? സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഇതുവരെ ക്ലിയർ ആണോ? യെസ്, അപ്പൊ നമ്മൾ വായിച്ചു മനസ്സിലാക്കി അല്ലേ? പടേ ഓർ സമച്ചേ അല്ലേ? യെസ്, നമ്മൾ എന്ത് ചെയ്തു? വായിച്ചു മനസ്സിലാക്കി. സെറ്റ് അല്ലേ? അപ്പൊ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്? പില്ല സോത്താഹേ, പില്ല ഖാത്താഹേ ഓർ പില്ല കേൽത്താഹേ. സെറ്റാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ അടുത്തതായിട്ട് വരുന്നത് എന്താ? ചിത്ര ദേഖേ ലിഖേ. ചിത്രം നോക്കിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ എഴുതണം. അപ്പൊ പില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഡാഷ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്റെ മക്കൾ കണ്ടോ? അപ്പൊ പില്ല ഡാഷ് ഹേ, പില്ല ഡാഷ് ആകുന്നു. അപ്പൊ എന്താന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ താഴെ എന്റെ മക്കൾ പില്ലയുടെ ഒരു ചിത്രം കണ്ടോ? തസ്വീർ ദേഖിയേ ഓർ ബത്താവോ. എന്താണ് ചിത്രം നോക്കിയിട്ട് എന്റെ മക്കൾ പറഞ്ഞേ? യെസ്, സാറേ അതെന്ത് ചെയ്യുന്നുണ്ട്? എന്തോ ഭക്ഷിക്കാണ്, എന്തോ കഴിക്കുന്നുണ്ട് അല്ലെ? അത് മനസ്സിലായല്ലോ എന്റെ മക്കൾക്ക്. അപ്പോ നമ്മൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ആദ്യം പഠിച്ചിരുന്നു അല്ലെ? സോത്താഹേ എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നു എന്നാകുന്നു. കാത്താഹേ എന്ന് പറഞ്ഞാൽ തിന്നുന്നു എന്നാകുന്നു. കേൽത്താഹേ എന്ന് പറഞ്ഞാൽ കളിക്കുന്നു എന്നാകുന്നു. അപ്പൊ അതേ ഓപ്ഷൻ അല്ല ഇതിലുള്ളത്? കേൽത്താഹേ, കാത്താഹേ, സോത്താഹേ. അപ്പൊ തിന്നുന്നു എന്നുള്ളതിന് ഏതായിരിക്കും ആൻസർ വരുന്നത്? എന്റെ മക്കൾ പറഞ്ഞേ, ഏതാ ആൻസർ വരുന്നത്? ഏതാണ്? കേൽത്താഹേ ആണോ? കളിക്കാണോ? ആ ചിത്രം കണ്ടിട്ട് എന്റെ മക്കൾക്ക് കളിക്കാൻ തോന്നുന്നുണ്ട്? അല്ല സാറേ. അപ്പൊ കാത്താഹേ ആണോ? യെസ്, അതാണ്, തിന്നുന്നു എന്നാകുന്നു. അപ്പൊ പില്ല എന്താക്കുന്നു നമ്മൾ എഴുതേണ്ടത്? പില്ല എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ ഡാഷിന്റെ അവിടെ ഏത് എഴുതി കൊടുക്കണം മക്കളെ? യെസ്, ഖാത്താഹേ. പില്ല എന്ത് ചെയ്യാണ്? തിന്നുകയാണ്. സെറ്റായോ? റെഡി ആയോ? ഈ ആൻസർ നമ്മൾ സിമ്പിൾ ആയിട്ട് ഐഡന്റിഫൈ ചെയ്തോ? ഓക്കെ ആണോ? യെസ്. അപ്പൊ എന്താണ് ചിത്രം നോക്കി? അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ആദ്യം നമ്മൾ എന്ത് ചെയ്തു? വായിച്ചു മനസ്സിലാക്കി. അതേപോലെ നമ്മളോട് ചോദിച്ചു, ചിത്രം നോക്കിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? പില്ല തിന്നുന്നു അല്ലെങ്കിൽ പില്ല ഭക്ഷിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അപ്പൊ പില്ല ഖാത്താഹേ, പില്ല ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു? മനസ്സിലാക്കി, സെറ്റാക്കി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ് മാഷ് ഡിസ്കസ് ചെയ്തത്. ഈ വരുന്ന ഓണം പരീക്ഷയിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ഇത്തരത്തിലുള്ള ഒരു ചോദ്യം. ചിത്രം തന്നിട്ട് ഇതേപോലെ 3 ആക്ടിവിറ്റി എന്താണ് ചെയ്യുന്നത് എന്നുള്ള ആക്ടിവിറ്റി നമുക്ക് ബ്രാക്കറ്റിൽ തരും. അതിൽ ശരിയായിട്ടുള്ളത് നമ്മൾ എടുത്ത് എഴുതണം എന്നുള്ളത് എന്റെ മക്കൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അപ്പൊ ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ എളുപ്പത്തിൽ നമ്മൾ എഴുതും എന്നുള്ളത് എന്റെ മക്കൾ മനസ്സിലാക്കിയോ? റെഡി അല്ലേടാ? റെഡി അല്ലേ? സെറ്റ് അല്ലേ മക്കളെ? യെസ്. അപ്പൊ അടുത്ത വീഡിയോയിൽ മാഷ് വീണ്ടും വരും. എല്ലാ മക്കൾക്കും നന്ദി. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ.